അധ്യയന വർഷം ആരംഭിച്ചിട്ടും പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികൾ. ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ 3 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പരിഹാരമില്ല എന്നാണ് ഇവരുടെ പരാതി. ദിവസം ലഭിക്കേണ്ട 500 രൂപയോ 600 രൂപയോ ഇവർക്ക് കിട്ടുന്നുമില്ല. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. വിവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങളാണ് ഇത്തവണ പ്രാവർത്തികമാക്കുന്നത്. എന്നാൽ ഇന്നും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് സ്കൂളുകളിൽ: പാചക തൊഴിലാളികൾ. 500 മുതൽ 600 രൂപ വരെയാണ് പലർക്കും സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന ദിവസവേതനം. പക്ഷേ ഈ തുക പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും കാലതാമസം ഉണ്ടാകുന്നുവെന്നുമാണ് പാചക തൊഴിലാളികളുടെ പരാതി. കൃത്യമായ വേതനം ലഭിക്കാത്തത് മൂലം പലരുടെയും ജീവിതം തന്നെ പ്രതിസന്ധിയിലാണ്. 40-42 വർഷമായി ജോലിക്ക് കയറാൻ തുടങ്ങിയിട്ട്. ഞാൻ അന്ന് 5 രൂപയ്ക്കാണ് കയറിയത്. ഇത്രയും വർഷം പിന്നിട്ടിട്ടും എനിക്ക് കിട്ടുന്ന ഇപ്പോഴും 10,000 രൂപയാണ്. ഈ 10,000 രൂപയെന്ന് വെച്ചാൽ ഒരു കുടുംബം ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അതാത് മാസത്തിൽ കിട്ടുന്നില്ല. 2-3 മാസം കൂടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു മാസത്തെ ശമ്പളം തരുന്നത്. ഒരു ദിവസം 600 രൂപയാണ്. അതെല്ലാ ദിവസവും പഠിത്തം കാണത്തില്ല. പഠിത്തം ഇല്ലാത്ത ദിവസം ഞങ്ങൾക്ക് ശമ്പളവും ഇല്ല, അന്ന് ജോലിയില്ല. 500 കുട്ടികൾ വരെയുള്ള പല സ്കൂളുകളിലും ഇപ്പോഴും ഒരു പാചക തൊഴിലാളി മാത്രമാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ സഹായികളെ നിർത്താതെ ജോലി സാധ്യമല്ല. സഹായികൾക്കുള്ള വേതനവും നൽകേണ്ടത് പാചക തൊഴിലാളികളാണ്. ശമ്പളം തൊഴിലാളികൾക്ക് കൃത്യമായ ഒരു രീതിയിൽ കൊടുക്കുന്നില്ല. അത് സർക്കാർ ഒന്നിച്ചു കൊടുക്കത്തില്ല. മാസം തോറുമുള്ള കാശ് കിട്ടത്തില്ല. 3-4 മാസം കൂടിയിരിക്കുമ്പോഴാണ് ഒരു മാസത്തെ 10,000 രൂപ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം സ്ഥിരമായി കിട്ടണം. ഈ തൊഴിലാളികൾക്ക് ജോലി ചെയ്ത് കഴിവില്ലാതെ വരുമ്പോൾ അവർക്ക് വെക്കേഷനായിട്ട് മാസം തോറും അവർക്ക് ഒരേ ശമ്പളം കൊടുക്കണം. സ്കൂൾ തുറക്കും മുൻപ് കുടിശ്ശിക കൊടുത്തു തീർക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വാഗ്ദാനം നൽകിയെങ്കിലും പലയിടത്തും ഒന്നും നടപ്പിലായിട്ടില്ല. ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ജോലിഭാരം അതിലധികവും. പ്രായം ചെന്ന് അസുഖാവസ്ഥയിലായ പാചക തൊഴിലാളികളുടെ അവസ്ഥയും നിലവിൽ ദുരിതമാണെന്ന് സ്കൂൾ പാചക തൊഴിലാളികളുടെ സംയുക്ത സംഘടന പറയുന്നു. കുട്ടികളുടെ ആഹാരം മുടക്കില്ലെന്ന് ഇവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. പാചകപ്പുര പൂട്ടി സമരം ചെയ്യാനുമില്ല. പക്ഷേ തൊഴിലംഗീകാരവും അർഹമായ ആനുകൂല്യവും വേതനവും ആവശ്യപ്പെടുന്നു. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.